മനുഷ്യത്വത്തിന് മേൽ ജാതീയതയുടെ കരിനിഴൽ വീഴ്ത്തുന്ന സങ്കുചിത മനോഭാവങ്ങൾ 21ാം നൂറ്റാണ്ടിലും നമ്മെ വേട്ടയാടുന്നു എന്നതിന്റെ ഭയാനകമായ തെളിവാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിൽ നിന്ന് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും പരിഹസിക്കുന്ന രീതിയിലാണ് ഹൽദ്വാനിയിലെ രാംലീല ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം അരങ്ങേറിയത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ചു മടങ്ങിയ വേദി ഹിന്ദുത്വ സംഘടനയായ ശ്രീരാമസേന ധർമാർത്ഥ സേവാന്യാസ് ഗംഗാജലം തളിച്ച് ശുദ്ധികലശം നടത്തിയ നടപടി രാജ്യത്തിന് നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് പോരാടി മുന്നേറി രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തിയ ഒരു വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നതിന് തുല്യമായി പ്രവർത്തനം ഇന്ത്യൻ പൊതുസമൂഹത്തെ ഒന്നാകെ നാണം കെടുത്തുന്നത് ഒന്ന് തന്നെയാണ്. ഹൽദ്വാനിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ച് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീരാമസേന ധർമാർത്ഥ സേവാ ന്യാസ് പ്രവർത്തകർ രാംലീല ഗ്രൗണ്ടിലെ വേദിയിലെത്തിയത്. ഖാർഗെയുടെ സാന്നിധ്യം കൊണ്ട് വേദി അശുദ്ധമായി എന്നാരോപിച്ചാണ് അവർ ഗംഗാജലവും പൂജാ സാധനങ്ങളുമായി വേദിയിൽ ശുദ്ധീകരണ ചടങ്ങുകൾ നടത്തിയത്. ഒരു രാജ്യത്തിന്റെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനായ നേതാവിനെ അദ്ദേഹത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിന്റെ പേരിൽ തരം താഴ്ത്താനും ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്താനും ശ്രമിച്ച ഈ നീക്കം ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങൾ കേൾപ്പിച്ച ക്ഷതം ചെറുതല്ല. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കാൽവെച്ച ഇടം അശുദ്ധമാണെന്ന പുരാതനമായ അനാചാര ചിന്തകളെ വീണ്ടും പൊതുമധ്യത്തിലേക്ക് ആനയിക്കാൻ ശ്രമിച്ച ഈ സംഭവം വംശീയവും ജാതീയവുമായ വിവേചനങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ പരസ്യമായ തെളിവാണ്. അതേസമയം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഉത്തരാഖണ്ഡ് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഗണേഷ് ഗോഡിയാൽ സംഭവത്തെ രൂക്ഷമായ ഭാഷയിലാണ് അപലപിച്ചത്. RSSന്റെയും BJPയുടെയും ദളിത് വിരുദ്ധ മനോഭാവവും മലിനമായ ജാതി ചിന്തകളുമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പുറത്തുവരുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. സമത്വവും സാഹോദര്യവും ഉറപ്പു നൽകുന്ന ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനോട് കാണിച്ച ഈ ക്രൂരത ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. സാമൂഹിക ഐക്യം തകർക്കാനും ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ അപമാനിക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ ഈ അനാചാരത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നൈറ്റിനാൾ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് പാർട്ടി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. എന്നാൽ കോൺഗ്രസിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ നിന്ന് തലയൂരാനാണ് ഭരണകക്ഷി ശ്രമിച്ചത്. ഉത്തരാഖണ്ഡ് സംസ്ഥാന മന്ത്രിയും BJP വക്താവും ഗജാൻ ദാസ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നിരസിച്ചു. വേദി ശുദ്ധീകരിച്ച സംഘടനയുമായി BJPക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വാദിച്ചു. ഖാർഗെയുടെ റാലിക്കിടെ സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നതാണ് പ്രദേശവാസികളെയും പ്രാദേശിക സംഘടനകളെയും ചൊടിപ്പിച്ചതെന്നാണ് BJPയുടെ വിശദീകരണം. ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇത്തരം ചടങ്ങുകൾ നടന്നതെന്നും അതിനെ ജാതീയമായി ചിത്രീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും BJP ആരോപിക്കുന്നു. എന്നാൽ BJPയുടെ വിശദീകരണങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ്. രാംലീല ഗ്രൗണ്ട് പോലെ പൊതുവായ ഒരു സ്ഥലത്ത് നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു അനാചാരം പരസ്യമായി നടത്തുമ്പോൾ അതിന് പിന്നിലെ വർഗീയ ജാതീയ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ഹൽദ്വാനിൽ നടന്നത് കേവലം ഒരു വേദിയുടെ ശുദ്ധീകരണമല്ല, മറിച്ച് രാജ്യത്തിന്റെ ജനാധിപത്യ ബോധത്തിന് മേൽ തളിച്ച കരിയോയിലാണ്. ഇത്തരത്തിലുള്ള അനാചാരങ്ങളെയും ജാതിവെറികളെയും രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം നിർത്തി ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.